VTS മാൾ, വളരുന്ന ബന്ധം, തുടരുന്ന വിശ്വാസം. SFI മഞ്ചേരി ഏരിയ സമ്മേളനത്തിന് പാണ്ടിക്കാട് തുടക്കമായി. സഖാവ് ധീരജ് നഗറിൽ നടന്ന പൊതുസമ്മേളനം SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും 1947 ഇറങ്ങിയിട്ടുള്ള ഗണഗീതം വരെ അറിയാവുന്നതായിരുന്ന നഥുറാം വിനായക് ഗോഡ്സെ, 46 പ്രാർത്ഥനകൾ പോലും സ്വായത്തമാക്കിയിരുന്ന നഥുറാം വിനായക് ഗോഡ്സെ, ഒരു തീവ്ര ഹിന്ദു പത്രത്തിന്റെ എഡിറ്ററായിരുന്ന നഥുറാം വിനായക് ഗോഡ്സെ. ആ നഥുറാം വിനായക് ഗോഡ്സെ മഹാത്മാഗാന്ധിയെ കൊന്നത് RSSന്റെ ഗൂഢാലോചനയാണ് എന്ന് ഇന്ന് നമ്മുടെ ചരിത്രത്തിൽ നിന്ന് പതുക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാത്മാഗാന്ധിയുടെ ഭാഗമായി നിൽക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇന്ന് മഹാത്മാഗാന്ധിയെ സ്മരിക്കാറില്ല, മഹാത്മാഗാന്ധിയെ അവർ ഓർക്കാറില്ല. നേരത്തെ സൂചിപ്പിച്ച എഹ്സാൻ ജാഫ്രിയെയും അതുപോലെ തന്നെ സക്കിയ ജാഫ്രിയെയും പിന്നെ എങ്ങനെ കോൺഗ്രസ് ഓർക്കും? ആ കോൺഗ്രസിന് ഏറ്റവും തലമുതിർന്നിട്ടുള്ള നേതാവായിരുന്ന മഹാത്മാഗാന്ധിയെ, ഇന്ത്യക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നിട്ടുള്ള മഹാത്മാഗാന്ധി, ആ മഹാത്മാഗാന്ധിയെ RSS സംഘപരിവാരം നമ്മുടെ ഓർമ്മകളിൽ നിന്ന് പോലും അവർ എടുത്തെറിഞ്ഞു മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ഓർമ്മകളെ വീണ്ടും വീണ്ടും ഊതി കത്തിക്കുക എന്നുള്ളത്, ആ ഓർമ്മകളെ, ആ ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളത്, ആ ചരിത്രം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. ഫെബ്രുവരി 1, 2 തീയതികളിലായാണ് SFI ഏരിയ സമ്മേളനം പാണ്ടിക്കാട് നടക്കുന്നത്. സമ്മേളനത്തിന് തുടക്കമിട്ട് തമ്പാനങ്ങാടി നിന്നും ആരംഭിച്ച് പാണ്ടിക്കാട് അങ്ങാടിയിലെ സഖാവ് ധീരജ് നഗറിൽ സമാപിച്ച വിദ്യാർത്ഥി റാലിയിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. SFI സംസ്ഥാന കമ്മിറ്റി അംഗം K ഹരിമോൻ, K ഷിഹാബ്, C സാബിക്ക്, സിമി മറിയം, C അഭിഷേക്, V അനുപമ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.